മുട്ടുമടങ്ങാതെ മുന്നോട്ട് നീട്ടി വെക്കും. തള്ള വിരലുകൊണ്ട് വൃത്തം വരയ്ക്കും. ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചും ചെയ്യും. മുട്ടുമടങ്ങാതെ കാല് മുന്നോട്ടും പിന്നോട്ടും ആട്ടും. കാല് കുടയും താഴെ വയ്ക്കും. ഇടത്തെ കാലും വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക്. ഇത് അനിൽകുമാർ KG, ഇടുക്കി അടിമാലി സ്വദേശി. യോഗാസന മുറകൾക്കും ജീവനകലയ്ക്കുമായി ജീവിതം ഒഴിഞ്ഞുവെച്ചയാൾ. 18 വർഷം മുമ്പ് ഗുരു ശ്രീ ശ്രീ രവിശങ്കറുടെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ്റെ ഭാഗമായി അന്നു മുതൽ മറ്റുള്ളവർക്ക് യോഗയുടെ മഹത്വം പകർന്നു നൽകുന്നു. അടിമാലി ശ്രീ വിവേകാനന്ദ വിദ്യാസദൻ സ്കൂളിൽ ഉൾപ്പെടെ നിരവധി സ്കൂളുകളിൽ യോഗ പരിശീലനം നൽകുന്നു. അതിലുപരി അദ്ദേഹം ചെയ്ത മഹത്തരമായ കാര്യം ജില്ലയിലെ വിദൂര ആദിവാസി ഗ്രാമങ്ങളിലെത്തി വനാശ്രിതരായ ഗോത്ര സമൂഹത്തിന് യോഗയുടെ മഹത്വം പരിചയപ്പെടുത്തിയെന്നുള്ളതാണ്. മാങ്കുളം പഞ്ചായത്തിലെ കോഴിയിളക്കുടി, ബൈസൺവാലി പഞ്ചായത്തിലെ ചൊക്രമുടിക്കുടി എന്നിവിടങ്ങളെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലിവിംഗ് ഗ്രാമങ്ങളാക്കി മാറ്റി. അങ്ങനെയാണ് വീണ്ടും ഞങ്ങളിവിടെ ഒരു വലിയൊരു പ്രവർത്തനമായിരുന്നു പിന്നീട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം യോഗ കാര്യങ്ങൾ, പക്ഷെ കുടിയിലുള്ളവർക്ക് അറിയില്ല ഇതെന്താണ് സംഭവം എന്നൊന്നും കിട്ടുമൊന്നും. പക്ഷേ നമസ്കാരം. നമസ്കാരം. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? ഇത് ഇടുക്കി ജില്ലയില് ആനക്കുളത്തിനടുത്തുള്ള കോഴിയിളക്കുടി എന്ന് പറയും. ഇടുക്കി ജില്ലയിലെ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ഏതാണ്ട് 75ഓളം കുടുംബക്കാര് താമസിക്കുന്ന ഒരു ആദിവാസി ഗ്രാമമാണ് കോഴിയിളക്കുടി. അങ്ങ് ഇവിടേക്ക് വരാനും ഇവിടെ യോഗ പഠിപ്പിക്കാനും ഒക്കെ ഉണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ അടിമാലിയില് പല സ്ഥലങ്ങളിലും യോഗയുടെ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇങ്ങനെ ഈ സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് കോഴിയിളക്കുടിയിലുള്ള മദനൻ എന്ന് പറയുന്ന ഒരു ആള് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഈ ക്ലാസ്സിന് ശേഷം അദ്ദേഹം ഇങ്ങനെ അവരുടെ ഗ്രാമത്തിലേക്ക് വന്നം അവിടെയുള്ളവർക്ക് ഈ ഒരു ജ്ഞാനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതായിരിക്കും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം വിളിച്ചതനുസരിച്ചാണ് ഞാൻ ഏതാണ്ട് ഒരു 13-14ഓളം വർഷമായി ഇവിടെ വന്നിട്ട്. അതിനുശേഷം ഉള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളെയും യോഗ, പ്രാണായാമം, സുദർശനക്രിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കീഴിൽ ഇവിടെ എടുക്കുന്ന റൂറൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സാണ്. പിന്നെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് YLTP, യൂത്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, കുട്ടികളുടെ എക്സല്, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി? ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ആളുകൾ ഇവരുടെ ഒരു പ്രധാന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണ്, പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഇതിൽപ്പെട്ടവരാണ്. പക്ഷെ ഇന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരുമായിട്ട് സഹകരിക്കും. ഇവിടെ തന്നെ ഇത്രയും ഈ ഒരു സമയത്ത് വരാനും ഇങ്ങനെ ആളുകൾ കൂടുന്നതും ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നതും നമ്മളുടെ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ഈ സംരംഭവുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? 18 വർഷമായി. ഏതെല്ലാം സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്? അടിമാലിയില് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, പിന്നെ അടിമാലിയിലെ ശാന്തഗിരി അമ്പലത്തിൽ നടത്തുന്ന കുട്ടികളുടെ ക്ലാസ്, പിന്നെ ഞാൻ ഇടുക്കി ജില്ലയിൽ തന്നെ 5ഓളം ട്രൈബൽ കുടികൾ ഇതുപോലത്തെ തന്നെ ചൊക്രമുടിക്കുടി, കോമാളിക്കുടി, കോഴിയിളക്കുടി കൂടാതെ പിന്നെ മഞ്ഞക്കുഴിക്കുടി, സിങ്കുകുടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. അതിൽ ചൊക്രമുടിക്കുടിയിലും ഉള്ള ഗ്രാമത്തിലുള്ളവർ 100% ക്ലാസ് ചെയ്താണ്. ഇവിടെ കോഴിയിളക്കുടിയും ചൊക്രമുടിക്കുടിയും ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഇതില് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലിവിംഗ് ഗ്രാമങ്ങളാണ്. മുഴുവൻ ആളുകളും ക്ലാസ് ചെയ്താണ്. അവിടുന്ന് ഞങ്ങൾ മാറ്റും. ദീർഘശ്വാസമകത്തേക്ക്, ശ്വാസം സാവധാനം പുറത്തേക്ക്. മനസ്സിൽ വരുന്ന ചിന്തകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. നല്ല ചിന്തകളായിരിക്കാം, മോശം ചിന്തകളായിരിക്കാം. ചിന്തകൾ എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. നമ്മൾ അതിന് ഉത്തരവാദിയല്ല. മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ചിന്തകളെയും ശ്രദ്ധിക്കൂ. മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സുമായി യോജിച്ചു പോകാം, രമ്യതയിലാകാം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഈ കോഴിയിളക്കുടിക്ക് യോഗയിലൂടെ ഉണ്ടായ മാറ്റം എന്താണ്?
കോഴികളക്കുടിയിലുള്ള ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 75ഓളം കുടുംബക്കാരാണ് താമസിക്കുന്നവര്. ഇവര് മുതുവാൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവര് സാധാരണ ഇതിൽ പുറത്തേക്ക് ഇറങ്ങുവാനും മറ്റുള്ളവരുമായിട്ട് അഭിമുഖീകരിക്കുവാനും ബന്ധപ്പെടുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു. ഇന്നിവര് ഇവരുടെ കാര്യങ്ങളെല്ലാം സ്വയം പര്യാപ്തതയോടുകൂടി നടത്തുന്നവരാണ്. അവർക്ക് ഇവരുടേതായ എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇറങ്ങി നടത്തുവാൻ പ്രാപ്തിയുള്ളവരാണ്. ഇവരിപ്പോ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുന്നതിനോ ഇവരുടേതായ കാര്യങ്ങൾ ഓഫീസുകളിൽ പോകുവാനും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനും വളരെയേറെ പ്രാപ്തിയുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. കോഴികളക്കുടിയിൽ ഇന്ദ്രനാണ്, ഊരുമൂപ്പനാണ്. ഞങ്ങളുടെ കുടിയിലേക്ക് യോഗ തുടങ്ങിയിട്ട് ഇവിടെ കുറേ സർക്കാർ ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് ഈ ഞങ്ങളുടെ കുടിക്ക് 75 കുടുംബങ്ങൾ യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ആ 75 വീടിന് ഉള്ള പാത്രങ്ങൾ ഉപകരണങ്ങൾ എല്ലാം കൊടുക്കും. പ്രളയ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ സാധനങ്ങളെല്ലാം അനിൽ സാറ് എത്തിക്കുകയും ആ സമയത്ത് പുറത്തെങ്ങും പോകാൻ സമയമില്ലാത്ത സമയത്ത് വന്ന് അനിൽ സാറ് ഈ ഭക്ഷണ കിറ്റുകൾ കൊണ്ട് വിതരണം ചെയ്യും. എല്ലാ വീട്ടിലും ഭക്ഷണ കിറ്റുകൾ കൊടുക്കും. പിന്നെ എല്ലാ വീട്ടിലും കട്ടല് പിന്നെ വിരി അങ്ങനെ എല്ലാ 75 വീട്ടിനും കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥന ഈ യോഗ ക്ലാസ് നടത്താൻ വേണ്ടി 3.5 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം ഇത് പണിത് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കുറിജിയുടെ കീഴിൽ അനിൽ സാറ് നടത്തി തന്ന. എൻ്റെ പേര് മഞ്ജു, കോഴികളക്കുടിയിലെ നിവാസിയാണ്. ഞങ്ങൾ ഈ യോഗ അഭ്യസിച്ച് തുടങ്ങിയത് മുതൽ ഞങ്ങൾക്കെന്ന് പറയുന്ന ഒരു മാറ്റം, ആത്മീയമായ ഒരു മാറ്റമാണ്. വളരെയേറെ മാറ്റങ്ങൾക്ക് ഞങ്ങൾ വിധേയമായിട്ടുണ്ട്. ഒരു മനോധൈര്യം, ഇതെല്ലാം ഗുരുജിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ കോഴികളക്കുടിയിലെ നിരവധി സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ ആയിട്ട്. മാങ്കുളം പഞ്ചായത്തിലെ കോഴികളക്കുടി, ബൈസൺ വാലി പഞ്ചായത്തിലെ ചൊക്രമുടിക്കുടി എന്നിവിടങ്ങളെ സമ്പൂർണ്ണ ആർട്ട് ഓഫ് ലിവിംഗ് ഗ്രാമങ്ങളാക്കി മാറ്റി. കൊടുങ്കാട്ടിലൂടെ നടന്നും ഇരുചക്രവാഹനത്തിൽ ദുർഘടമായ വഴികൾ താണ്ടിയുമാണ് അനിൽ മാഷ് ആദിവാസി ഗ്രാമങ്ങളിലെത്താറുള്ളത്. 15ലേറെ വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ ആദിവാസി സമൂഹങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ പുരോഗതി ഉണ്ടാക്കാൻ ഈ മനുഷ്യസ്നേഹിക്ക് കഴിയുന്നു. സൂര്യ നമസ്കാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാം. തൊഴുതു പിടിക്കാം. കൈ വിടർത്തി കൈ വെള്ള ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ തിരിച്ചു കറക്കി മുട്ടുമടങ്ങാതെ ശ്വാസം എടുത്ത് പുറകോട്ട് പോകും. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുട്ടുമടങ്ങാതെ മുന്നിലൂടെ വലിഞ്ഞു വന്ന് ഇരു പാദങ്ങളുടെയും ഇരുവശങ്ങളിൽ കമറ്റി വയ്ക്കും. സാധിക്കുമെങ്കിൽ നെറ്റിമുട്ടിൽ മുട്ടിക്കും. വലത്തെ കാല് ഏറ്റവും വലിച്ച് പുറകോട്ട് വയ്ക്കും. തല ഉയർത്തി ഭിത്തിയിലെ ഉയർന്ന പോയിന്റിലേക്ക് നോക്കും. കൈക്കും തലയ്ക്കും അനക്കമില്ലാതെ ഇടത്തേക്കാലും വലിച്ചു വയ്ക്കും. ഉയർന്ന പോയിന്റിൽ നോക്കി മുട്ടുകുത്തും. മാക്സിമം ആ പോയിന്റ് നോക്കി കൈ വലിക്കാതെ പുറകോട്ട് വന്ന് നെറ്റി നിലത്ത് മുട്ടിക്കും. ഉയർന്നു വരും. മുട്ട്, നെഞ്ച്, താടിത്തറയിൽ അരക്കെട്ട് ഉയർന്നിരിക്കും. അഷ്ടാംഗ നമസ്കാരം. ഭുജംഗാസ്. കൈക്ക് ബലം കൊടുത്ത് പുറകോട്ട് നിവരും. ഉപ്പോറ്റ് തറയിൽ അമരണം, ഇല്ലെങ്കിൽ കാല് കയറ്റി വെക്കണം. കൈ വലിക്കരുത്. വലത്തെ കാല് മുന്നോട്ട്, തല ഉയർത്തി നോക്കും. ഇടത്തെ കാലും കയറ്റി വെക്കും. നെറ്റിമുട്ടിൽ മുട്ടിക്കും. കൈകൾ മുന്നിലൂടെ വലിഞ്ഞുയർന്ന് പുറകോട്ട് പോകും. നേരെ വരും. കൈ മുകളിലേക്ക് ഉയർത്തും. വശങ്ങളിലൂടെ വളരെ സാവധാനം, ഒരു പക്ഷി ചിറക് താത്തുന്നത് പോലെ വളരെ സാവധാനം താഴ്ത്തിക്ക് കൊണ്ടുവരും. ഇത്രയാണ് സൂര്യ-നമസ്കാരത്തിന്റെ പകുതി ഭാഗം. പത്മസാധനയാണ് നമ്മൾ ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. പത്മസാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്മം, താമര അതിന്റെ വേര് ചെളിയിലാണ്, അത് കിടക്കുന്നത് വെള്ളത്തിലാണ്. എന്നാൽ അതിനെ അതൊന്നും ബാധിക്കുന്നില്ല, അത് ശോഭിച്ച് തന്നെ നിൽക്കും എന്നതുപോലെ തന്നെയാണ് പത്മസാധന. ഒരു വ്യക്തി പരിശീലിക്കുക വഴി അയാൾ ഏത് സാഹചര്യത്തിൽ അകപ്പെട്ടു പോയാലും, അല്ലെങ്കിൽ അയാൾ ദുഃഖത്തിന്റെയോ ദുരിതത്തിന്റെയോ പ്രശ്നങ്ങളുടെയോ ഒരു കടലിൽ അകപ്പെട്ടു പോയാലും അയാൾ താമരപ്പൂ പോലെ ശോഭിക്കും. അയാളെ അതൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് പത്മസാധനയുടെ അർത്ഥം. അപ്പൊ പത്മസാധന എങ്ങനെയാണ് പരിശീലിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പത്മസാധന സുഖകരമായിട്ടിരിക്കാം, അല്ലെങ്കിൽ അർദ്ധ പത്മാസനം, അല്ലെങ്കിൽ പത്മാസനം. കൈപ്പത്തികളെ കാൽമുട്ടിന്റെ മുകളിൽ മലർത്തി വെക്കും. ശ്വാസം എടുത്ത് പുറകോട്ട് പോകും. ശ്വാസം വിട്ടുകൊണ്ട് ബലം കൊടുക്കാതെ മുന്നോട്ട് കുരിയും.
എത്രത്തോളം സാധിക്കും അത്രത്തോളം ബലം കൊടുത്ത് ചെയ്യരുത്. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തൂടി മുകളിലേക്ക് വരും. ഇടതുവശത്തൂടി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തേക്ക് വരും. യോഗ ചെയ്യുമ്പോൾ ശ്വാസത്തോടൊപ്പം ശരീരവും മനസ്സ് ശ്രദ്ധിച്ചുകൊണ്ടാണ് യോഗ ചെയ്യേണ്ടത്. ശരീരവും ശ്വാസവും മനസ്സും ഒരുമിച്ച് ചേരുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത്. താഴെ എത്തിയാൽ തിരിച്ചു. ഇടതുവശത്തൂടി ശ്വാസം എടുത്ത് മുകളിലേക്ക് വരും. വലതുവശത്തൂടി ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തേക്ക് വരും. താഴെ എത്തിയാൽ ശ്വാസം എടുത്ത് നേരെ വരും. സാവധാനം കമിഴ്ന്ന് കിടക്കും. താടി തറയിൽ കുത്തിവെക്കും. കൈകൾ പുറകോട്ട് നീട്ടി കൈവെള്ള ആകാശത്തേക്ക് തുറന്നു വെക്കും. ശ്വാസം എടുത്ത് നമ്മളുടെ വലത്തെ കാൽ ഉയർത്തും. ഇടുപ്പ് മുതൽ വിരലുകളുടെ അഗ്രഭാഗം വരെയും മുട്ട് മടങ്ങാതെ പുറകോട്ട് വലിച്ചു പിടിക്കും. ഇവിടെ ദീർഘശ്വാസം വളരെ സാവധാനം അകത്തേക്കും പുറത്തേക്കും. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തെ കാല് ശ്രദ്ധയോടുകൂടി ഓരോ ഇഞ്ചും താഴ്ന്ന് ശ്രദ്ധിച്ച് താഴത്തേക്ക് വെക്കും. ശ്വാസം എടുത്ത് ഇടത്തെ കാല് ഉയർത്തും. ഇവിടെ ദീർഘശ്വാസം വളരെ സാവധാനം അകത്തേക്കും പുറത്തേക്കും. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തെ കാല് സാവധാനം താഴത്തേക്ക്. കൈകൾ ആദ്യ മുദ്രയില് തള്ളവിരല് ചെറുവിരലിന്റെ അടിയില് 4 വിരൽ കൊണ്ട് തള്ളവിരല് മൂട്ടിപ്പിടിക്കും. മുഷ്ടികൾ തുടകളുടെ അടിയിൽ വയ്ക്കും. ശ്വാസം എടുത്ത് 2 കാല് ഉയർത്തും. അരക്കെട്ട് മുതല് പുറകോട്ട് മുട്ടുമടങ്ങാതെ വലിച്ചു പിടിക്കും. ദീർഘശ്വാസം അകത്തേക്കും പുറത്തേക്കും. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ശ്രദ്ധയോടുകൂടി കാലുകൾ താഴത്തേക്ക്. കൈപ്പത്തികൾ തോളുകളുടെ ഇരുവശങ്ങളിൽ കമത്തി വയ്ക്കും. ശ്വാസം എടുത്തു വരും. ഭുജംഗാസനം. ഇവിടെ ദീർഘശ്വാസം അകത്തേക്കും പുറത്തേക്കും. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ശ്രദ്ധയോടുകൂടി താഴത്തേക്ക് വരും. കൈകൾ മുന്നോട്ട് നീട്ടിവെക്കും. വിപരീത ശലഭാസനം. വയറ് മാത്രം തറയിൽ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തേക്ക് വരും. കാല് മടക്കും. കണങ്കാലിൽ പിടിക്കും. ശ്വാസം എടുത്തു വരും. ധനുരാസനം. വില്ല് പോലെ. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴത്തേക്ക് വരും. വലതുവശത്തേക്ക് ചെരിഞ്ഞ് മലർന്ന് കിടക്കും.